ഇൻവോൾണ്ടറി യൂറിനേഷൻ ഉണ്ടാവുന്നതിന്റെ കാരണം നമ്മളുടെ പെൽവിക് മസിലുകൾ, ഈ ഒരു യുറേനറി നമ്മളുടെ മൂത്രസഞ്ചിയെയും ഒക്കെ താങ്ങി നിർത്തുന്ന സ്ട്രെങ്തൻ ചെയ്യുന്ന മസിലുകൾ, അതുപോലെ തന്നെ ലിഗമെന്റുകൾ ഒക്കെ വീക്ക് ആവുന്നത് കൊണ്ടായിരിക്കും. പലപ്പോഴും സ്ത്രീകളിലൊക്കെ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസിയിലൊക്കെ ഇതുപോലെ ഇൻവോൾണ്ടറി യൂറിനേഷൻ ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി, അല്ലെങ്കിൽ നമ്മളുടെ ഡെലിവറി ഒക്കെ പ്രൊളോങ് ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിരുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രവണത വരാറുണ്ട്. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യേണ്ടി വന്നവരിലും ഇത്തരത്തില് പെൽവിക് മസിലിൽ ലൂസണായിട്ട് ഇൻവോൾണ്ടറി യൂറിനേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്ത്രീകൾ തന്നെ മെനോപോസിന്റെ ഭാഗമായിട്ട് ചിലപ്പം ഇത്തരത്തില് ഇൻവോൾണ്ടറി യൂറിനേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഹോർമോൺസിന്റെ ഒക്കെ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഒരു അവസരത്തിൽ ഇത്തരത്തിൽ ബ്ലാഡറിനെ ഈ ഒരു ഗ്രന്ഥി ഇറിറ്റേറ്റ് ചെയ്തിട്ട് മൂത്രം വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തില്ലാതെ അറിയാതെ മൂത്രം പോകുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട്. പിന്നെ അടുത്ത പ്രധാന വില്ലൻ എന്ന് പറയുന്നത് പ്രമേഹ രോഗമാണ്. പ്രമേഹ രോഗികളെ സംബന്ധിച്ച് അവരുടെ മൂത്രത്തിന്റെ പ്രൊഡക്ഷൻ ക്രമാതീതമായിട്ട് ഉയർന്നതായിരിക്കും. അത് മാത്രമല്ല ബ്ലാഡറിനും ബ്രെയിനും തമ്മിലുള്ള ഒരു സിഗ്നൽ ട്രാൻസ്ഫർ, അതായത് ഇമ്പൾസ് ട്രാൻസ്മിഷൻ വളരെ വീക്കായിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാഡർ നിറഞ്ഞു വരുന്നവർക്ക് പലപ്പോഴും അറിയാൻ പറ്റുന്നില്ലാതെ വരും. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്നത്. പിന്നെ കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോണിന്റെ കംപ്ലൈന്റ്, അതുപോലെ തന്നെ മൂത്രത്തിൽ എന്തെങ്കിലും ഒരു അണുബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് കൂടി കാണുന്ന ലക്ഷണങ്ങളോടൊപ്പം ഇത്തരത്തില് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. പിന്നെ ഒരുപാട് മദ്യപിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ബ്രെയിനിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് ചിലപ്പം ഇത്തരത്തിൽ ഇൻവോൾണ്ടറി യൂറിനേഷൻ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട്. പിന്നെ രാത്രിയിൽ അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, ചോക്ലേറ്റ് ഒക്കെ അധികമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻവോൾണ്ടറി യൂറിനേഷൻ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇതിന് കാരണം ബ്ലാഡർ ഇറിറ്റേഷൻ തന്നെയാണ്. അതുപോലെ അമിതമായിട്ട് പഞ്ചസാര കഴിക്കുന്നവർക്ക്, അമിതമായിട്ട് ഷുഗറി ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്കും ഇത്തരത്തില് ഒരു ബ്ലാഡറിന് ഇറിറ്റേഷൻ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഇൻവോൾണ്ടറി യൂറിനേഷൻ വരാറുണ്ട്. പിന്നെ കൊടവയർ ഉള്ളവർക്ക് ഈ ഒരു പെൽവിക് മസിലിന്റെ വീക്ക്നെസ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവോൾണ്ടറി യൂറിനേഷൻ വരുന്നത് കാണാറുണ്ട്. പിന്നെ അമിതമായിട്ട് സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയൊക്കെ ഉള്ളവർക്കും നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിനിന് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ബ്രെയിനിലും ബ്ലാഡറും തമ്മിലുള്ള ഒരു സിഗ്നലിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇത്തരത്തിൽ ഇൻവോൾണ്ടറി യൂറിനേഷൻ കണ്ടുവരാം.